ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വേ ഓഫ് മിൽവിൻ മറ്റൊരുയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പൊ നമ്മള് ഓൺലൈനിൽ പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിച്ചതിന്റെ ഒരു കൂട്ടത്തിൽ ഒരു സാധനം കൂടി ഞങ്ങൾ വാങ്ങിച്ചു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു മാജിക് റിമൂവർ ആണ്. അതൊരു ഫാബ്ലസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ നിയോ ഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോമാണ്, ഒരു സ്പോഞ്ചാണ് ഒരു സംഭവം. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചുമരുകളിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ വരയും കുറിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് എമി ചെറുതായത് കൊണ്ട് തന്നെ അവള് ചുമരും ഇഷ്ടം പോലെ വരച്ചിട്ടിട്ടുണ്ട്, പെൻസിൽ കൊണ്ടും ക്രയോൺസ് കൊണ്ടും അതൊക്കെ. അപ്പൊ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 207 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ 6 പീസാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇതിൽ ഒരെണ്ണെടുത്ത് യൂസ് ചെയ്തു. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചു മാത്രം ഇത് കാണിക്കാനായിട്ട്. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടി. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ മാജിക് റിമൂവർ വെച്ചിട്ട് നമ്മുടെ ചുമരിലെ മാർക്കുകളൊക്കെ പോകുന്നുണ്ടോ അതുപോലെ ചെളിയൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് വെള്ളത്തിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ ഉണ്ടാവുന്നത് നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു സ്പോഞ്ച് കണ്ട. പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കീറുന്നുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ കണ്ട, പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമുക്കൊന്ന് മുക്കാം. അതിപ്പോ ഞാൻ മൊത്തത്തിൽ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയണത്. അപ്പൊ ഇത് അത്യാവശ്യത്തിന് ക്രയോൺസ് ഒക്കെ പോകണമെന്ന് ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചത് ഞാൻ പോയായിരുന്നു. അപ്പൊ ഇതെന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടാ. എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല, നമ്മൾ ഷോർട്ട് വീഡിയോ ആണ്. അപ്പം എന്തായാലും ഞാനിത് ആക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മുടെ സ്പോഞ്ച് മാജിക് ശരിക്കും ഇല്ലാണ്ടായി പോയി. ഇതാണ് നമ്മുടെ സ്പോഞ്ചിന്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ചെറുതായിട്ടൊരു വെള്ളം നനവ് ചെറുതായിട്ടുണ്ട്, ഇതിൻ്റെ നനവ്. പക്ഷെ ഒരുവിധമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇത് രണ്ട് മാത്രം പോയിട്ടില്ല. ബാക്കി ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ പെയിന്റ് തന്നെയാണ് പോകുന്നത് ഒരുവിധം. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിന്റ് കൈമ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ചെറുതായിട്ട് പെയിന്റ് നമുക്ക് കൈമ ഒരു കുമ്മായതിന്റെ സംഭവം ഉണ്ട് കേട്ടാ, ചെറുതായിട്ട്. പക്ഷെ എന്നാലും ഗുണം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇതൊരു ഉരച്ച് കളഞ്ഞതിന് ശേഷം പെയിന്റ് അടിക്കുമ്പോൾ പിന്നെ അത്ര പെട്ടെന്ന് നമുക്ക് അത് എടുത്ത് കാണിക്കില്ല. ടച്ചപ്പ് ചെയ്യുമ്പോൾ അത്ര വലിയ വൃത്തിയായിട്ട് കാണിക്കില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. നമുക്ക് ഇതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് വെച്ചപ്പോൾ ഈ ഒരു സ്പോഞ്ചിന്റെ അവസ്ഥ ഇങ്ങനെയായിട്ടാവും. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ പാനിയും പെൻസിലുകൊണ്ട് വരച്ചിട്ടുള്ള മാർക്കൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു ക്രയോൺസ് ഭയങ്കര, അതുപോലെ സ്കെച്ചൊക്കെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കയറി പിടിച്ചിട്ടുള്ളതാണ് ഈ പോവാണ്ട് നിൽക്കുന്നത്. അടുത്ത വീഡിയോയിലാണ്. അതായിരിക്കും ബൈ ബൈ. അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഓക്കെ, ബൈ ബൈ.